ബൈജു സേനാധിപൻ. ഞാൻ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്. തിരുവനന്തപുരത്ത് SK ഹോസ്പിറ്റലിലാണ് പ്രഥമമായിട്ട് വർക്ക് ചെയ്യുന്നത്. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിസിറ്റിംഗ് കൺസൾട്ടൻ്റാണ്. നമ്മൾ ഒരു കോൺഫറൻസ് കൺവീൻ ചെയ്യുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണ്. സർജൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഉദര ശസ്ത്രക്രിയ കൈകാര്യം ചെയ്യുന്ന സർജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആണ് നടക്കാൻ പോകുന്നത്. മെയ് 10, 11 തീയതികളിൽ കോവളത്ത് ഉദയസുന്ദര റിസോർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് കൂടുതലും നമ്മുടെ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റിയും ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സും വരുന്നത് കൊണ്ടിട്ടാണ് ക്ലോസ് ടു ദി എയർപോർട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ഉദയസമുദ്ര വെച്ച് നടത്തുന്നത്. ഇതിനകത്ത് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ക്യാൻസർ സർജറിയെ സംബന്ധിച്ചാണ്. പ്രത്യേകിച്ചും ഹെപ്പറ്റോ പാൻക്രറ്റോ ബിലിയറി സർജറി. ഹെപ്പറ്റോ എന്ന് പറഞ്ഞാൽ ലിവർ, പാൻക്രറ്റോ എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ്, ബിലിയറി എന്ന് പറഞ്ഞാൽ പിത്തസന്ധി, പിത്തക്കുരുവായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ, അതായത് ആമാശയം, ചെറുകുടൽ, വെൺകുടൽ തുടങ്ങിയ ഏരിയയിലുണ്ടാകുന്ന ക്യാൻസർ സംബന്ധിച്ച ഉള്ള ശസ്ത്രക്രിയയുടെയും അനുബന്ധ ചികിത്സകളുടെയും ചർച്ചകളായിരിക്കും. ഈ റീസെൻ്റായിട്ടുണ്ടായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സ്, എന്താണ് ഭാവിയിലേക്കുള്ള പരിപാടികൾ, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എത്തപ്പെടാത്ത അഡ്വാൻസ്മെൻറ്റ്സ്, അതിനെ പറ്റിയൊക്കെ ആയിരിക്കും കൂടുതലും ചർച്ച ചെയ്യുന്നത്. ഏകദേശം 10ഓളം ഇന്റർനാഷണൽ, വെൽ നോൺ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ഹു ആർ അതോറിറ്റീസ് ഇൻ ദി ഫീൽഡ്. ലിവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രൊഫസർ ഗൈഡോ ടോസല്ലി ഫ്രം ഇറ്റലി, പാൻക്രിയാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടർ നഗക്കാവ യുച്ചി ഫ്രം ജപ്പാൻ, സ്റ്റൊമക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡോക്ടർ സിയോഷി അറ്റോ ഒയിറ്റ യൂണിവേഴ്സിറ്റി ജപ്പാൻ, കോളോറക്ടൽ ക്യാൻസറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സിയോൺ ഹാൻ കിം ഫ്രം കൊറിയ. അങ്ങനെ നിരവധി അനവധി ഇതിൻ്റെ തലതൊട്ടപ്പന്മാർ ഈ മീറ്റിങ്ങിൽ ഡിസ്കഷന് വേണ്ടി പങ്കെടുക്കുകയും മീറ്റിങ്ങിൽ ഭാഗമാക്കാവുകയും ചെയ്യുന്നുണ്ട്. നാഷണൽ ലെവലിലാണെങ്കിൽ ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹി, മേഡാൻഡ മെഡിസിറ്റി ഡൽഹി, മാക്സ് ഹോസ്പിറ്റൽ ഡൽഹി, GB പന്ത് ഹോസ്പിറ്റൽ ഡൽഹി, ഗംഗാറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി, അങ്ങനെ പ്രമുഖമായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും, അതുപോലെ തന്നെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഈ ക്യാൻസർ സംബന്ധിച്ചുമായിട്ടുള്ള ഡിസ്കഷൻ ആയതുകൊണ്ട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലുള്ള അടയാർ ക്യാൻസർ സെൻറ്റർ, ടാറ്റ മെമ്മോറിയൽ മെഡിക്കൽ സെൻറ്റർ, ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ബോംബെ, അങ്ങനെ MER ക്യാൻസർ സെൻറ്റർ കണ്ണൂർ, അങ്ങനെ രാജ്യത്തെ എവിടെയൊക്കെ പ്രമുഖമായിട്ടുള്ള ക്യാൻസർ സെൻ്ററുകളുണ്ടോ അവിടെയെല്ലാം ഉള്ള വിദഗ്ധന്മാർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. ഏകദേശം 100ഓളം ഫാക്കൽറ്റി മാത്രം നാഷണൽ ലെവലിൽ നിന്നും പല നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനാണ്. ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. 2012 ലോഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉടലെടുത്തിട്ടുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ. സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി കീഹോൾ സർജറി, പ്രത്യേകിച്ചും ഉദര ക്യാൻസർ ശസ്ത്രക്രിയയിലുള്ള കീഹോൾ സർജറിയിൽ പരിശീലനം കൊടുക്കുന്നതിനകത്തുള്ള മുൻകൈയാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഓൺസൈറ്റ് പ്രോഗ്രാംസ് ആയിരുന്നു കോവിഡിന് മുമ്പ് വരെ. ഓൺസൈറ്റ് നമ്മുടെ ഹോസ്പിറ്റൽ
അന്ന് തന്നെ ട്രെയിനിങ് എടുക്കുന്നതിനുള്ള പരിപാടികളായിരുന്നു. അങ്ങനെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള വിദഗ്ധരായ ഡോക്ടർമാർ ഇവിടെ വന്ന് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അവർ തിരിച്ചു പോയി അതാത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 13 കൊല്ലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡിന്റെ ആവിർഭാവത്തോടു കൂടി ഇതൊരു ഓൺലൈൻ പ്രോഗ്രാം, പ്രത്യേകിച്ചും സൂം എന്ന പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഓൺലൈൻ പ്രോഗ്രാം ആവുകയാണ്. ഓൺലൈൻ പ്രോഗ്രാം നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് വെബിനാർസ്, ഓരോ സൺഡേകളിലും ഞായറാഴ്ചകളിലും വെബിനാറുകൾ, ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂർ നിലനിൽക്കുന്ന വെബിനാറുകൾ വേൾഡിലെ ഏതൊക്കെ അതോറിറ്റീസ് ഉണ്ടോ, അതാത് ഫീൽഡുകളിൽ ഏതൊക്കെ അതോറിറ്റീസ് ഉണ്ടോ അവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വെബിനാറുകൾ സംഘടിപ്പിക്കുകയായിരുന്നു. ആ വെബിനാറുകളിൽ ഏകദേശം 70 തൊട്ട് 80ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളാണ്, പാർട്ടിസിപ്പൻസ് ആണ് അത് വന്നു പോയിട്ടുള്ളത്. ഏകദേശം ഒരു വെബിനാറിന് 1500 തൊട്ട് 1600 വരെ പാർട്ടിസിപ്പൻറ്റ്, അതായത് സർജൻസ് ആണ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള സർജൻസ് ആണ് പങ്കെടുക്കാറുള്ളത്. അങ്ങനെ കോവിഡിന്റെ തുടക്കത്തിൽ മുതൽ തന്നെ ആ വീക്കിലി വെബിനാർസ് നമ്മൾ ചെയ്യുമായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഫേസ്ബുക്ക്, അന്ന് തുടക്കകാലത്ത് ഫേസ്ബുക്ക് അത്രയും ആക്റ്റീവ് അല്ലായിരുന്നു, യൂട്യൂബും അത്രയും ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷേ ഈ കോവിഡിന്റെ ആവിർഭാവത്തോടു കൂടി അത് ആക്റ്റീവ് ആവുകയും ലൈവ് യൂട്യൂബ് വരികയും യൂട്യൂബിലൂടെ നമ്മൾ ഇവിടെ നിന്ന് സർജറി ചെയ്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിലുള്ള സർജന്മാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ ഇവർക്ക് കൂടുതൽ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി ലോകത്തെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ടോക്കിയോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത സർജന്മാരെ, ഇന്ത്യയിൽ നിന്നുള്ളതായാലും പുറത്തു നിന്നുള്ളതായാലും സർജൻസിനെ തിരഞ്ഞെടുത്തിട്ട് അവിടെ ഇതെല്ലാം സൗജന്യമായിട്ടാണ് നടത്തി വരുന്നത്, സൗജന്യ പരിശീലനം നടത്തി വരുന്നു. അപ്പം ഇതിൻ്റെ ഉദ്ദേശം, നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ അറിവുകളോ നമുക്ക് അതീതമായിട്ടുള്ള രാജ്യത്തിന് ബൗണ്ടറീസിന് അപ്പുറമുള്ള ഒരു ജനതയ്ക്ക് പ്രാപ്യമാവത്തക്ക രീതിയിൽ നമ്മൾ മറ്റു സർജൻസിനെ, നമുക്ക് ഈ ഫെസിലിറ്റീസ് ഒന്നും എത്താത്ത രാജ്യങ്ങളിലുള്ള സർജൻസിനെ ട്രെയിൻ ചെയ്യുക, അതുവഴി അവിടെയുള്ള രോഗികൾക്ക് പ്രയോജനം ചെയ്യുക എന്നുള്ള ഒരു ബൃഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടക്കം വെച്ചത്. ഈ കോൺഫറൻസ് ഈ സേനാധിപ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ മാത്രമല്ല, ഈ ഫൗണ്ടേഷൻ കുറേ അധികം നാഷണൽ ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ആണ്. അതിൽ ഒരു ഓർഗനൈസേഷനാണ് അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ ഞങ്ങളുടെ ശസ്ത്രക്രിയ വിദഗ്ധരുടെ ദേശീയ ഓർഗനൈസേഷനാണ്. ആ ദേശീയ ഓർഗനൈസേഷന്റെ ദേശീയ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഡോക്ടർ സുൽഫി. അദ്ദേഹം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. അപ്പുറത്തിരിക്കുന്നത് ഡോക്ടർ പീറ്റർ കുബിൻഡോ, പുള്ളി ടാൻസാനിയയിൽ നിന്നാണ്. അദ്ദേഹം ഈ സേനാധിപ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ഈ പരിപാടിയുടെ ഓവർസീസ് കോർഡിനേറ്ററാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലും ഇവിടെ വന്നിട്ട് പരിശീലനം നേടുന്നത് ഒരാളാണ്. എത്യോപ്യയിൽ നിന്നും ടാൻസാനിയയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഇവിടെ പരിശീലനത്തിന് വരുന്നുണ്ട്. അതിൽ ഒരാളാണ് പീറ്റർ കുബിൻഡോ എന്ന് പറയുന്നത്. മാഡം നമ്മളുടെ ഈവന്റ് കോർഡിനേറ്ററാണ്, ഡോക്ടർ രമാദേവി മേനോൻ. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ മാനേജറാണ്, ഡോക്ടർ വിശ്വനാഥൻ. അപ്പോൾ ഇതാണ് നമ്മളെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ നമ്മൾ ആൻസർ പറയുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ഈ സേനാധിപ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഏകദേശം 100 രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട്. അതിൽ ഒരു 51 രാജ്യങ്ങളിൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം സർജൻസിന്റെ ചാപ്റ്റേഴ്സാണ്. അതായത്
വിദഗ്ധരായിട്ടുള്ള ശസ്ത്രക്രിയ വിദഗ്ധരുടെ കൂട്ടായ്മകളാണ്. ഓരോ രാജ്യത്തിലും 100-150 ഡോക്ടേഴ്സ് ഓരോ കൂട്ടായ്മയിലും ഉണ്ട്. അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന എല്ലാ രാജ്യങ്ങളിലും, ഇറാഖ് ആവട്ടെ, ബംഗ്ലാദേശ് ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, സിംഗപ്പൂർ ആവട്ടെ, മലേഷ്യ ആവട്ടെ, ഇന്തോനേഷ്യ ആവട്ടെ, ആഫ്രിക്കൻ കൺട്രീസ് ആവട്ടെ, അവിടെ എല്ലാം നമ്മുടെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിൽ ഓരോ ചാപ്റ്ററിനും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അംബാസഡേഴ്സ് ഉണ്ട്. ഈ അംബാസഡേഴ്സ് ഈ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് ഈ വിർച്വലി പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ സേനാധിപത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ഇന്റർനാഷണൽ ലോഞ്ച് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷന്റെ ഒപ്പം നടത്തുകയാണ്. അതിന് ഉറുഗ്വേയിൽ നിന്നുള്ള ഡോക്ടർ അസബൂർ തെക്കേദി, അദ്ദേഹം വേൾഡ് എൻഡോസ്കോപ്പി ഓർഗനൈസേഷന്റെ പ്രസിഡന്റാണ്. അദ്ദേഹമായിരിക്കും ഇന്റർനാഷണൽ ലോഞ്ച് ചെയ്യുന്നത്. അദ്ദേഹം വിർച്വലി ആയിരിക്കും, പുള്ളി ഉറുഗ്വേക്കാരനാണ്, വിർച്വലി ആയിരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള, നമുക്ക് മാർഗദീപങ്ങളായിട്ടുള്ള സീനിയറായിട്ടുള്ള സർജൻസിനെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അറിവ് പകർന്നു തന്നിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള സർജൻസിനെ ആദരിക്കുന്നുണ്ട്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ലീഡിംഗ് ലൈറ്റ്സ് ആയിട്ടുള്ള സീനിയർ സർജൻസിന്റെ കൂട്ടായ്മയാണ്.